കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അതിനു വേണ്ടി ഇവിടെ ഒരു 600 ഗ്രാം കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത മുളക് പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് തിരുമ്മി വയ്ക്കാം. കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും വലിയൊരു കഷ്ണമായിട്ട് കുറച്ച് പെരിഞ്ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്കതൊന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആണ്. സവോള ഇതിവിടെ 1 കിലോ ആണ് ഇവിടെ എടുത്തിരിക്കുന്ന സവോള. തോല് കളഞ്ഞ് വൃത്തിയാക്കി കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു 4 എണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇവിടെ ഒരു 3 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ. ഒരു 6 പച്ചമുളക് എടുത്ത് നമുക്കതൊന്ന് കീറി വയ്ക്കാം. ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. സവോള വാടാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റി ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും പെരിഞ്ജീരകവും വെളുത്തുള്ളിയും കൂടെ അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയും 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പൊടി നല്ലപോലെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാൻ. നല്ലപോലെ ഇളക്കിയിടാം, അടി പിടിക്കരുത്. നമ്മളൊരു ചെറിയ തേങ്ങയുടെ പാലിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്. ഇനി 2-ാം പാല് നമ്മളിവിടെ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്, 2-ാം പാല്. ഇനി നമ്മുടെ കൊഞ്ച് നമുക്ക് വഴറ്റി വന്നിരിക്കുന്ന ഈ സവോളയ്ക്കകത്തോട്ട് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വലിയുന്ന വരെ ഒന്ന് ഉണക്കിയെടുക്കണം. അതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാട്ടണം. നന്നായി വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. റെഡിയായി വന്നിട്ട് ഇതൊരു പുളി, ആപ്പിൾ തക്കാളി ആയതുകൊണ്ട് പുളി കുറവായതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളി ചേർക്കുന്നുണ്ട്. 2-ാം പാൽ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 15 മിനിറ്റൊക്കെ മതിയാകും. 15 മിനിറ്റൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് ഗ്രേവി
ചെമ്മീനിലോട്ടൊന്ന് പിടിച്ച് മിക്സ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.